ലോകത്തിലെ ഇസ്ലാമിക രാജ്യങ്ങളിൽ പുരോഗമനപരമായി ചിന്തിക്കുന്നവരും സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലുള്ളവരും അമേരിക്കയടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളോട് അടുത്ത സഖ്യതയും സഹകരണവും വെച്ചുപുലർത്തുന്ന രാജ്യവുമാണ് ഖത്തർ. ഇസ്രായേലിന്റെ സഖ്യകക്ഷിയായ അമേരിക്കയുടെ പ്രസിഡന്റായ ട്രംപ് അടുത്തിടെ ഖത്തർ അടക്കമുള്ള മിഡിൽ ഈസ്റ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ സന്ദർശിച്ച് അവരുടെ ബന്ധങ്ങൾ ഊഷ്മളമാക്കുകയും ഖത്തറിന്റെ പാരിതോഷികമായി ഒരു വിമാനം പോലും ട്രംപ് കൈപ്പറ്റുകയും ചെയ്തിരുന്നു. ഇസ്രായേലും ഹമാസും തമ്മിൽ തുടരുന്ന യുദ്ധത്തിന്റെ സമാധാനപരമായ അവസാനത്തിന് വേണ്ടി നിർണായകമായ മധ്യസ്ഥ റോളിലായിരുന്നു ഖത്തർ നിന്നത്. ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിലും പൊതുവെ മിതവാദികളും പുരോഗമനോന്മുഖമായ ജീവിതം നയിക്കുന്നവരുമായ ഖത്തറിന് ഇതുകൂടാതെ മറ്റൊരു ഭീകരമുഖവുമുണ്ടെന്ന് തൊട്ടുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തന്നെ പലതവണ കുറ്റപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലെ പ്രധാന മധ്യസ്ഥരായ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചത് എന്തുകൊണ്ടെന്ന ചോദ്യമാണ് മിക്കവരും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതും യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള നിർണായകമായ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ആക്രമിച്ചതാണ് അവരെ അസ്വസ്ഥരാക്കിയത്. ഇസ്രായേലിലെ പൗരന്മാരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുക എന്നുള്ള അചഞ്ചലമായ കൃത്യനിർവഹണം ഗൗരവമായി തന്നെ നെതന്യാഹു നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ നിർണായകമായ തെളിവ് തന്നെയാണ് തങ്ങളെ ആക്രമിച്ച ഹമാസ് നേതാക്കന്മാരിൽ ശേഷിക്കുന്ന ചിലർ പതിയിരിക്കുന്ന ഖത്തറിലെ കേന്ദ്രങ്ങളിലേക്ക് തന്നെ ഇസ്രായേൽ കൃത്യമായി തീമഴ പെയ്യിച്ചത്. ഖത്തർ, സൗദി, ബഹ്റിൻ, UAE എന്നീ സമ്പന്ന അറബ് രാജ്യങ്ങളുടെ എതിർപ്പ് സമ്പാദിക്കുകയെന്നത് ഇസ്രായേലിനും ശുഭകരമായ കാര്യമല്ല. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാനും ഹമാസിനെ ഇല്ലാതാക്കുമെന്നുമുള്ള തങ്ങളുടെ പ്രതിജ്ഞ നിറവേറ്റുവാനും ഈ നീക്കം അനിവാര്യമായിരുന്നു. ഹമാസിന്റെ തലമൂത്ത നേതാക്കന്മാരെല്ലാം സുഖലോലുപരായി ജീവിതം ആഘോഷിച്ചത് ഖത്തറിന്റെ തണലിലായിരുന്നു എന്നത് പരസ്യമായ രഹസ്യം തന്നെയായിരുന്നു. എന്നാൽ യുദ്ധം തുടങ്ങിയപ്പോഴോ അതിനുശേഷമോ ഖത്തറിലുള്ള ഹമാസ് തലവന്മാരെ ഇല്ലാതാക്കാൻ ശ്രമിച്ച് ഇസ്രായേൽ ഖത്തറുമായി ഉണ്ടായിരുന്ന ബന്ധം വഷളാക്കിയില്ല. ഖത്തറിൽ സ്ഥിരതാമസമാക്കിയിരുന്ന ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയെ കൊന്നുതള്ളിയതുപോലും കാലങ്ങളോളം കാത്തിരുന്ന് ഒടുവിൽ അയാൾ ഇറാനിൽ എത്തിയപ്പോഴായിരുന്നു. ഒക്ടോബർ 7 ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ യഹ്യ സിൻവറിനെ കൊന്നതാകട്ടെ ഖത്തർ വിട്ട് ഗാസയിൽ യുദ്ധം നയിക്കാൻ എത്തിയപ്പോഴും. ബന്ദികളുടെ മോചനകാര്യത്തിലും വെടിനിർത്തൽ ധാരണകളിലും ഇസ്രായേൽ മുമ്പോട്ട് വെച്ച ഉപാധികളെല്ലാം ഗാസയിലെ ഹമാസന്മാർ തള്ളിക്കളഞ്ഞത് ഖത്തർ കേന്ദ്രങ്ങളിലെ ഗൂഢാലോചനയ്ക്ക് അനുസൃതമായി തന്നെയായിരുന്നു. അതുകൊണ്ടും യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാനും ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുവാനും ഖത്തറിൽ കയറിയുള്ള ആക്രമണം ഇസ്രായേലിന് അനിവാര്യമായി മാറുകയായിരുന്നു. മറ്റൊരു സുപ്രധാനമായ കാര്യം നെതന്യാഹു പ്രസ്താവിച്ചത് ജൂതന്റെ ചോര വീണാൽ ഏത് ഉമ്മത്തിന്റെ തലയ്ക്കും ഞങ്ങൾ വിലയിടുമെന്നും തങ്ങളുടെ കൈകൾ എത്താത്ത സ്ഥലമില്ലെന്നുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹമാസിന്റെ നേതാക്കളെ സംരക്ഷിക്കാമെന്ന് അറബ് രാഷ്ട്രങ്ങളോ അത്തരം രാഷ്ട്രങ്ങളിൽ സുഖമായി കുടിയിരിക്കാമെന്ന് യഹൂദനെ തോണ്ടിയ ഹമാസന്മാരോ കരുതേണ്ടതില്ലെന്ന് ചുരുക്കം. ഗാസയിലെ ചെറുപ്പക്കാരെ കാലാളുകളാക്കി നിർത്തിയിട്ട് ഖത്തറിൽ ജിമ്മും ഗോൾഫ് കളിയും കുടുംബവുമൊക്കെയായി ജീവിച്ചിരുന്ന ഖാലിദ് മഷാൽ അടക്കമുള്ള ഹമാസ് നേതാക്കന്മാർക്ക് 1-2 രൂപയുടെയല്ല ശതകോടികളുടെ ആസ്തികളാണുള്ളത്. അതാണ് ഓപ്പറേഷൻ സമ്മിറ്റ് ഓഫ് ഫയറിലൂടെ ഇസ്രായേൽ ഇല്ലാതാക്കിയത്. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയായിരുന്നു 15 യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടെ ഖത്തറിലേക്ക് വന്ന് ഇസ്രായേൽ ഹമാസ് ഉന്നത നേതാക്കളുടെ യോഗത്തിന് നേരെ വ്യോമാക്രമണം നടത്തിയത്. മധ്യ ദോഹയുടെ വടക്ക് ഭാഗത്തുള്ള വെസ്റ്റ് ബെയിൽ ലഗൂൺ ജില്ലയ്ക്ക് സമീപമുള്ള വാദി റൗദാൻ സ്ട്രീറ്റിലെ ഒരു സമുച്ചയത്തിന്റെ ഒരു ഭാഗത്തിന് മാത്രം സാരമായ കേടുപാടുകൾ സംഭവിച്ചു. ഹമാസിലെ ഉന്നത തീവ്രവാദ തലവന്മാർക്കെതിരായ നടപടി പൂർണ്ണമായും സ്വതന്ത്രമായ ഒരു നടപടിയായിരുന്നു എന്നും ഇസ്രായേൽ അത് ആരംഭിച്ചു, ഇസ്രായേൽ അത് നടത്തി, ഇസ്രായേൽ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് പ്രസ്താവിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നെതന്യാഹു ആക്രമണത്തിൽ പ്രതികരിച്ചത്. ഈ ആക്രമണത്തെ ശക്തമായി അപലപിച്ചും സുരക്ഷ സംബന്ധമായി ഉന്നത തലത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രഖ്യാപിക്കുമെന്നും തങ്ങളുടെ പരമാധികാരത്തെ ലക്ഷ്യം വെച്ചുള്ള ഒരു നടപടിയും അനുവദിക്കില്ലെന്നും വ്യോമപാത അടയ്ക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഖത്തർ രംഗത്ത് വന്നെങ്കിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഹമാസ് നേതാക്കന്മാരെ ദോഹയിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഖത്തറിനെ ഇനിയും ആക്രമിക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരസ്യമായി മധ്യസ്ഥ ശ്രമവും രഹസ്യമായി തീവ്രവാദികൾക്ക് സുരക്ഷയൊരുക്കലും നടത്തിക്കൊണ്ടിരുന്ന ഖത്തറിന് മുമ്പും ഇസ്രായേൽ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ആക്രമണം ഖത്തറിനെതിരെയല്ലെന്നും ഹമാസ് നേതാക്കന്മാർക്കെതിരെയാണെന്നും ഖത്തർ ജാഗ്രത കാണിച്ചില്ലെങ്കിൽ സ്ഥിതി വഷളാകുമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇറാൻ കൽപ്പിക്കുന്നത് പോലെ ഇത് അറബ് രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മയ്ക്ക് കാരണമായേക്കുമെന്ന കാര്യമൊന്നും ഇസ്രായേൽ ഇപ്പോൾ കൂസുന്നതേയില്ല. ഈജിപ്തിനെ കൃത്യമായ മധ്യസ്ഥരാക്കിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് ട്രംപ് നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഹമാസ് വിമുക്ത ഗാസ എന്നൊരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇസ്രായേൽ തയ്യാറാകില്ലെന്ന് ഉറപ്പാണ്.